ഹലോ ഫ്രണ്ട്സ്, നമുക്ക് പുതിയ വിരുന്നുകാരെത്തിയിട്ടുണ്ട് കേട്ടോ. 4 താറാവ് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ അടുത്തുണ്ട് താറാവ്. ഒരു 5-8 ഉണ്ടായിരുന്നു. അതിലിപ്പം 3-4 പേരേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒരു അസുഖമൊക്കെ വന്നിട്ട് പോയി. നമ്മുടെ കയ്യിൽ പെടയില്ല, അവരെ കൂടെ കൊണ്ടുവന്നതാണ്. കുട്ടികളാണ്, വിട്ടിടാനൊന്നും ആയിട്ടില്ല. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള പ്ലേ ഗ്രൗണ്ട് തയ്യാറാക്കിയതാണ്. അത് ഒരു റമ്മ് മുറിച്ചിട്ട് അതിൽ കുറച്ച് വെള്ളവും ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് കുറച്ച് ചെടികളൊക്കെ മാറ്റി വെക്കാണ്ടായിരുന്നു താഴത്തേക്ക്. അന്ന് നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ മതിലിൻ്റെ മുകളിലൊക്കെ ചെടി വെച്ചു, താഴെ വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ച് മെറ്റിൽ സൈഡിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് ബാക്കി ചെടികളും കൂടെ താഴത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡും കൂടി ചെയ്യാണ്ട്, അത് നമുക്ക് പിന്നൊരു ദിവസം കാണാം. ഇതൊക്കെ അച്ഛൻ്റെ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 2 ദിവസമായിട്ട് അപ്പൂസിന് പനിയൊക്കെ ആയ കാരണം അംഗൻവാടിയിലൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ മണ്ണിടലൊന്നും നടന്നില്ല. അവനുണ്ടായാൽ അവനും കൈക്കോട്ടെ ഇട്ടിറങ്ങും. പിന്നെ ചെടിയൊന്നും ഉണ്ടാവില്ല, അത് നശിപ്പിച്ചിട്ടേ അവൻ പോകുന്നുണ്ടാവുള്ളൂ. ഇന്നിപ്പോൾ അവൻ അംഗൻവാടിയിലാക്കിയിട്ടാണ് ഞങ്ങൾ ഈ പരിപാടിക്ക് നിന്നേ. ഇതിൽ നമ്മൾ ചാണകപ്പൊടി, ആട്ടുംകാഷ്ടം, വെണ്ണീർ, കോഴിക്കാഷ്ടം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വളം ഇട്ടിട്ട് 2 സൈഡിൽ നിന്നും കൊത്തിമാടുകയാണ് ചെയ്യുന്നത്. ഇവിടെ കുറച്ച് തണലുണ്ട്. പിന്നെ അതിന് പൂളക്കൊമ്പ് ഇങ്ങോട്ട് ചെരിഞ്ഞ് നിൽക്കുന്ന കാരണമാണ്. പറിക്കാനായിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇവരെ നട്ടത്. ഇനി ഓരോ കൊമ്പായിട്ട് ഇങ്ങനെ മുറിക്കുമ്പോൾ വെയിൽ വരുന്നുണ്ടായിരിക്കും. അപ്പം നമ്മുടെ കമ്പത്തിനെയും കുറച്ച് അങ്ങോട്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെന്ന് കരുതുന്നു. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, അഭിപ്രായങ്ങൾ പറയാം. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചീരയെ കാണുന്നുണ്ടോ? പുറത്ത് വെണ്ടയാണ്. ഇവർ കൂടി നമുക്ക് വളമിട്ട് ഒന്ന് മണ്ണിട്ട് കൊടുക്കാം. പുറത്ത് ഒരു 4-5 തൈ പീച്ചിക്കുണ്ട്. ഇവർക്ക് നന്നായിട്ടൊന്ന് വെള്ളം നനച്ചതിന് ശേഷം നമുക്കിനി നമ്മുടെ മുകളിൽ കുറച്ച് പരിപാടി കൂടി ഉണ്ട്. അന്ന് വാങ്ങിയതിൽ ഒരു തൈയുടെ ബാക്കി ഉണ്ടായിരുന്നു, സപ്പോട്ട. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൂടെ തന്നെ അതും വയ്ക്കുകയാണ് മുകളിൽ തന്നെ.